നമസ്കാരം. ഇൻഡെപ്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഇടതുപക്ഷ ചിന്തകനും ശാസ്ത്ര പ്രചാരകനുമായ ടി.കെ. ദേവരാജനാണ്. നമ്മൾ കഴിഞ്ഞ തവണ ചർച്ച ചെയ്തതിൻ്റെ ബാക്കിയാണ് ഇത്തവണ നമ്മൾ ചർച്ച ചെയ്യുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വലിയ പരാജയമുണ്ടായി. ഇനി ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്, അല്ലെങ്കിൽ ഇനി വരുന്ന ആളുകളിൽ ഇടതുപക്ഷത്തിന് എങ്ങനെ ഇത്തരത്തിലുള്ള പരാജയങ്ങളെ അതിജീവിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ഇതൊക്കെ ബാധിച്ചു എന്നുള്ളതാണ്. അത് നേരത്തെ പറഞ്ഞു. അതിൽ എങ്ങനെ ഇത് ബാധിച്ചു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, രാഷ്ട്രീയത്തിൽ എപ്പോഴും ഈ നിലപാടുകൾ അപ്പം നടക്കുന്ന വിഷയങ്ങളിലുള്ള പ്രതികരണം അല്ല. അത് കുറച്ചൊക്കെ സ്വാധീനിക്കും കേട്ടോ. ഇലക്ഷന് സമയത്തുണ്ടാകുന്ന സംഭവങ്ങളൊക്കെ സ്വാധീനിക്കും. പക്ഷേ അതല്ല പ്രധാനമായിട്ടും. അതിന് മുമ്പ് തന്നെ ഇങ്ങനെ ഇലക്ഷൻ വരുന്നുണ്ട്, ഞാൻ ആർക്കൂട്ട് ചെയ്യണം എന്നുള്ള ധാരണയിലൊക്കെ ആൾക്കാർ എത്താറുണ്ട്. അപ്പോൾ അതിൽ ഈ കാലഘട്ടത്തിൽ നടക്കുന്ന ചർച്ചകൾ വളരെ സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് ട്രെൻഡുകൾ മൊത്തത്തിൽ വരുന്ന ചർച്ചകൾ. ഇപ്പം ഈ ഒരു കാലത്ത് ഒരു പ്രത്യേകത, മതപരമായ വിഷയങ്ങൾ കൂടുതലായിട്ട് രാഷ്ട്രീയ ചർച്ചയുടെ കേന്ദ്രമാണല്ലേ. അതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം നമുക്ക് കേരളത്തിലെ വോട്ടിംഗ് പാറ്റേൺ, ഇപ്പോൾ ലോക്സഭയുടെ വോട്ടിംഗ് ശതമാനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, നിയമസഭയിലെ വോട്ടിംഗ് പാറ്റേണുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിൽ നിയമസഭയിൽ മിക്കവാറും ഒരു 42-45 ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി വരുന്ന കാണാം. പക്ഷേ ലോക്സഭ ഇലക്ഷനിൽ വലിയ തോതിലുള്ള ഫ്ലക്ച്വേഷൻസ് കാണാം. അത് മുമ്പ് 2000-ന് മുമ്പ് ഉള്ള ഇലക്ഷനിലൊക്കെ ഒരു 42-44 ശതമാനമാണ് ഇടതുപക്ഷത്തിന് കിട്ടിക്കൊണ്ടിരുന്നത്. 2004 ഇലക്ഷൻ ആണെങ്കിൽ അത് 46 ശതമാനമായിട്ട് സംസ്ഥാനത്തെ കാര്യമാണ് പറയുന്നത്. പാർലമെന്റ് ഇലക്ഷനിൽ സംസ്ഥാനത്തുനിന്നുള്ള വോട്ട്. പക്ഷെ കഴിഞ്ഞ 2 ഇലക്ഷനിൽ 31-35 ശതമാനമാണ്. വലിയ തോതിൽ കുറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ഇലക്ഷനിൽ ഇടതുപക്ഷത്തിന് നേരത്തെ സ്ഥിരമായിട്ട് വോട്ട് ചെയ്തിരുന്ന, ഒപ്പം നിന്നിരുന്ന ആൾക്കാർ പലരും മാറി ചിന്തിച്ചല്ല മറുവശത്ത് വോട്ട് ചെയ്യുന്നു. പക്ഷെ അവർ നിയമസഭ ഇലക്ഷനിൽ വരുമ്പോഴത്തേക്ക് തിരിച്ചിങ്ങോട്ട് വരുന്നത്. അപ്പം എന്താണ് കാരണം? അവിടെയാണ് ഇന്നത്തെ ഒരു ദേശീയ സാഹചര്യമൊക്കെ വെച്ചുകൊണ്ട് ഇടതുപക്ഷം നടത്തുന്ന പ്രചരണം തന്നെ, അവർ രാഷ്ട്രീയ ചർച്ചയ്ക്ക് ഇട്ടുകൊടുക്കുന്ന വിഷയങ്ങൾ തന്നെ ഇടതുപക്ഷത്തിന് എതിരായി മാറുന്നുണ്ടോ എന്നുള്ള കാര്യം ആലോചിക്കണം. ഇപ്പം ദേശീയ തലത്തിൽ ഒത്തിരി രാഷ്ട്രീയ വിഷയങ്ങളുണ്ട്. അത് കേന്ദ്ര ഗവൺമെൻറ് സാമ്പത്തിക നയങ്ങളുണ്ട്, മറ്റ് ഭരണഘടനാ വിരുദ്ധമായ നടപടികളുണ്ട്. അതുകൂടെ തന്നെ സംഘപരിവാറിൻ്റെ മതന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളുണ്ട്. ഇതിൽ പലപ്പോഴും ഏറ്റവും എളുപ്പത്തിൽ ക്യാമ്പയിൻ ചെയ്യാൻ പറ്റുന്ന വിഷയമായതുകൊണ്ടാണോ എന്നറിയില്ല, മതപരമായ പ്രാധാന്യമുള്ള, അതായത് ഒരു ഐഡൻറ്റിറ്റിയിൽ നിന്നുകൊണ്ട് സമീപിക്കുന്ന വിഷയങ്ങളാണ് പൊതുവിൽ വലിയ തോതിൽ ചർച്ച ചെയ്യുന്നത്. അതിപ്പോൾ ബാബറി മസ്ജിദിൻ്റെ വിഷയം മുതൽ തുടങ്ങിയതാണ്. 2000 മറ്റ് ഗുജറാത്ത് കലാപത്തിൻ്റെ അവിടെ അത് തീക്ഷ്ണമായി. പിന്നെ ഇപ്പോൾ CAA, മറ്റ് UP-യിലും മറ്റും നടക്കുന്ന മറ്റ് മതന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ, ഇതൊക്കെ പൊതുവിൽ ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് പൊതുവിൽ ആ ചർച്ചകൾക്കൊക്കെ ഇടതുപക്ഷം അടിസ്ഥാനമാക്കുന്നതും ഒരു മാനവികതയുടെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് സമീപിക്കുന്നതുകൊണ്ടാണ്. ആ സ്റ്റാൻഡ് ശരിയാണ്. പക്ഷെ അത് ജനങ്ങളുടെ ഇടയിലേക്ക് ക്യാമ്പയിൻ ചെയ്യുമ്പോഴത്തേക്ക് ജനങ്ങൾ സ്വീകരിക്കുന്നത് മറ്റൊരു രീതിയിലാണ്. കാരണം ജനങ്ങൾ ബോധത്തിലൂടെ, നമ്മളൊരു ക്യാമ്പയിനിലൂടെ യുക്തിപരമായിട്ട്, യുക്തിയുടെയും നീതിയുടെയും അടിസ്ഥാനത്തിലല്ല മതപരമായ വിഷയങ്ങൾ വായിച്ചെടുക്കുക. സാധാരണ ജനങ്ങൾ അത് ഉയർന്ന തലത്തിലുള്ളവരാണ്. ഞാൻ ഹിന്ദുവാണ്, ഞാൻ മുസ്ലിമാണ്, ഞാൻ ക്രിസ്ത്യാനിയാണെന്നുള്ള ബോധം പ്രാഥമികമായി കൊണ്ട് നടക്കുന്ന ആൾക്കാർ ഈ വിഷയങ്ങൾ കേൾക്കുമ്പോഴത്തേക്ക് അത് ഞങ്ങളെ ബാധിച്ച് എങ്ങനെയാണ് എന്നുള്ള തലത്തിലാണ് അവരുടെ സ്വത്വത്തിലേക്ക് ഒതുങ്ങും. ആ സ്വത്വത്തിലേക്ക് ഒതുങ്ങുമ്പോഴത്തേക്ക് അവിടെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നത് അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന തീവ്ര ശക്തികൾക്കാണ്. അത് BJP ആണെങ്കിലും മറ്റേ മുസ്ലിം ലീഗും അതുപോലെ തന്നെ മുസ്ലിം ലീഗ് അടക്കം വർഗീയ ഇതല്ല, മറ്റ് മത സംഘടനകൾക്കാണ്. അപ്പോൾ അവരത് നമ്മളൊന്നിക്കണം, ഈ അരക്ഷിതത്വ ബോധത്തിൽ നിന്നുകൊണ്ട് നമ്മളൊന്നാണ് എന്നുള്ളൊരു ബോധത്തിലേക്ക് എത്തിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ നിലപാടുകൾ എടുക്കാനായിട്ട് പ്രേരിപ്പിക്കുകയും ചെയ്യും. അത് പാർലമെന്റ് ഇലക്ഷനിൽ കൂടുതൽ പ്രതിഫലിക്കുന്നുണ്ട്. കാരണം പാർലമെന്റ് ദേശീയ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിന് വലിയ പ്രസക്തി ഒന്നും കാണുന്നില്ല. അവിടെ
ഇതിന് ചെയ്യാൻ പറ്റുന്നത് വലതുപക്ഷ മറ്റേ കോൺഗ്രസ് ആണ് എന്നുള്ളൊരു ധാരണ വന്നോട് കൂടിയിട്ട് പലരും എന്ത് ചെയ്ത് എൻ ബ്ലോക്കായിട്ട്, അതായത് മുമ്പ് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്ത ആൾക്കാർ തന്നെ ഞങ്ങൾ അരക്ഷിതരാണെന്നുള്ളൊരു ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ UDF-ന് കോൺഗ്രസ് വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം. ഇത് ഇപ്പുറത്ത് ഇതുണ്ടാകും, ഹിന്ദുമത വിശ്വാസികളുടെ ഇതിനകത്തുണ്ടാകും. സ്വാഭാവികമായിട്ടും മതന്യൂനപക്ഷങ്ങളുടെ ഇടയിലുള്ള അരക്ഷിതത്വ ബോധവും അവരുടെ സംഘടിതമായ ഒരിതും അത് ചൂണ്ടിക്കാണിച്ചിട്ടാണ് മറ്റ് സംഘപരിവാർ ശക്തിപ്പെടുന്നത്. അപ്പൊ BJPക്കും അത് സഹായകമാണ്. അത് ആ വോട്ടിംഗ് പാറ്റേൺ ചെയ്തില്ലെങ്കിലും ഈ ഇപ്പുറത്തുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് അവർക്ക് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കും. ഇത് രണ്ടും ഇങ്ങനെ പൂരകമായിട്ട്, അത് രണ്ടുപേരും പരസ്പര പൂരകമായിട്ട് പ്രവർത്തിക്കുന്ന സംഘടനകളാണ്. അപ്പൊ ഇത് ഇടതുപക്ഷം ചെയ്തിട്ടുള്ള ഒരു പിശക് എനിക്ക് തോന്നിയത്, വേറെ ഒത്തിരി വിഷയങ്ങളുണ്ട്, പക്ഷെ ഈ വിഷയങ്ങൾ തന്നെ ഈ വിഷയങ്ങൾ കേന്ദ്രീകരിച്ച് ക്യാമ്പയിൻ നടത്തി. ഈ വിഷയങ്ങളിലെ നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണ്. അത്തരം നിലപാടുകളൊക്കെ പാർലമെന്റിലും നിയമസഭയിലും രാഷ്ട്രീയമായിട്ടുള്ള ഇതിലൊക്കെ പ്രതിഫലിക്കേണ്ടതാണ്. തീർച്ചയായും ആ സ്റ്റാൻഡ് വളരെ കറക്റ്റാണ്. പക്ഷേ അടിസ്ഥാന വിഷയങ്ങളിൽ ജനങ്ങളുടെ ഇടയിൽ ചർച്ച ചെയ്യുമ്പോൾ, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു വർഗീയ കലാപം ഉണ്ടായി. വർഗീയ കലാപം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗവൺമെന്റ് എടുക്കുന്ന ഒരു തന്നെ ആ വർഗീയ കലാപത്തിൽ പങ്കെടുത്ത ആരാണെന്ന് അപ്പൊ ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? അത് വലിയ അപകടം ഉണ്ടാക്കും. ഇതേ അവസ്ഥ തന്നെയാണ്. അപ്പോൾ മതപരമായ വിഷയങ്ങളെ, അത് CAA അടക്കമായാലും ഗോദ്ര മറ്റേ ഇത് ബാബറി മസ്ജിദ് ആയാലും ഗുജറാത്ത് കലാപമായാലും ആ വിഷയങ്ങൾ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ വലിയ തോതിൽ ചർച്ച ചെയ്തപ്പോഴത്തേക്ക് വന്നിട്ടുള്ള ഒരിത് ഈ ഐഡൻറ്റിറ്റി അടിസ്ഥാനത്തിലുള്ള ഒരു കൂടിച്ചേരൽ ശക്തമായി. അത് കൂടുതൽ നഷ്ടപ്പെടുക ഇടതുപക്ഷത്തിനാണ്. അതല്ല, കാരണം മറ്റവരെ ഏകദേശം ഇവരെയൊക്കെ ഒത്തൊരുമിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഇപ്പം വന്നിട്ടുള്ള ശബരിമല ഇതാണേലും അതുപോലെ ജമാഅത്ത് ഇസ്ലാമി, ഇപ്പം ജമാഅത്ത് ഇസ്ലാമിക്കെതിരായിട്ട് നടത്തിയിട്ടുള്ള പ്രചരണങ്ങൾ സ്റ്റാൻഡ് വളരെ കറക്റ്റാണ്. പക്ഷേ മതസംഘടനകൾക്ക് വളരെ തന്ത്രപരമായ ഒരു സമീപനമുണ്ട്. ഇപ്പം BJPക്കെതിരായിട്ട് പറയുന്ന, ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരായിട്ട് പറയുന്ന വാചകം ഹിന്ദുക്കൾക്കെതിരായിട്ടാണ് എന്ന് സംഘപരിവാർ വ്യാഖ്യാനിക്കും. ഇസ്ലാം രാഷ്ട്രീയത്തിന്, വർഗീയതയ്ക്കെതിരായിട്ട് പറയുന്നത്, പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരായിട്ടുള്ള പറയുന്ന വർത്തമാനത്തെ അത് മുസ്ലിംകൾക്കെതിരായിട്ടാണ്. കാരണം മുസ്ലിം എന്നുള്ള പദം അതിനകത്ത് വരുന്നുണ്ട്, മറ്റേത് ഹിന്ദു എന്നുള്ള പദം വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു അപകടം. അതിൻ്റെ ഒരു വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് പൊതുസമൂഹത്തിന് വേണ്ടത്ര ആയിട്ടില്ല. അത്തരത്തിലുള്ള ചർച്ചകൾ ഇടതുപക്ഷത്തിന് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്നില്ല. അത്തരം ഇതിലേക്ക് എത്തിയിട്ടില്ല ജനങ്ങൾ. ഇത് തമ്മിൽ ഇത് രണ്ടും ഒന്നല്ല എന്നുള്ളത്, അത് അല്പം ഒരു ഉയർന്ന ഇതുണ്ടെങ്കിൽ മാത്രമാണ് അത് തിരിച്ചറിയുക. ഇത് രണ്ടും രണ്ടാണ്. ഹിന്ദുത്വ രാഷ്ട്രീയം വേറെ, ഹിന്ദുമതം വേറെ, അല്ലെങ്കിൽ ഇസ്ലാം മതം വേറെ, മതവിശ്വാസം വേറെ, അവരുടെ രാഷ്ട്രീയ പൊളിറ്റിക്കൽ ഇസ്ലാം വേറെ. ഇത് വ്യത്യാസം തിരിച്ചറിയാത്തതുകൊണ്ട് ഒന്നിനെതിരായിട്ട് പറയുന്നതിനെ മറ്റൊന്നായിട്ട് വ്യാഖ്യാനിച്ച് ജനങ്ങളെ പോളറൈസ് ചെയ്യാനായിട്ട് കയറ്റുന്നു. ആ അരക്ഷിതത്വ ബോധം, സമൂഹത്തിൽ വളരുന്ന അരക്ഷിതത്വ ബോധവും പകയും എല്ലാം ഇതിന് വഴിവെക്കുന്നു. അതുകൊണ്ടാണ് ഈ ഷിഫ്റ്റിങ് വല്ലാതെ വരുന്നത്. BJPയുടെ യഥാർത്ഥത്തിൽ BJPക്ക് കിട്ടുന്ന വോട്ടുകൾ വലതുപക്ഷത്തു നിന്നുള്ള വോട്ടുകളാണ് നമ്മൾ കരുതാറുള്ളത്. പക്ഷെ BJPയും ശക്തി, അവരുടെ പെർസെൻറ്റേജും വർദ്ധിച്ചു വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പം ഇതാണ് ബേസിക് കാരണം എന്ന് എനിക്ക് തോന്നുന്നു.